വികട യാക്കോബായയിലെ സഖാവ് കൂർലോസ് തിരുമേനിക്ക് കുളിരും പനി. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അടി കിട്ടിയത് രണ്ട് ഭാഗത്തു നിന്നാണ്, തെക്ക് നിന്നും വടക്ക് നിന്നും. കാണുന്നതിനും കേൾക്കുന്നതിനുമെല്ലാം കയറിയ അഭിപ്രായം പറയുന്നവർക്കൊരു മുന്നറിയിപ്പാണിത്. പുരോഹിത സമൂഹത്തിന് തന്നെ നാണക്കേടായിപ്പോയി. വല്ല കാര്യവുമുണ്ടോ CPM-നെയും മുഖ്യമന്ത്രിയെയും ചൊറിയാൻ? കുറേ നാളുകളായി കേൾക്കാൻ കൊതിച്ചിരുന്ന വാർത്തയാണെന്നാണ് ജ്ഞാനായക്കാർ പറയുന്നത്. പിണറായി കൊടുത്തത് കുറഞ്ഞു പോയെന്നാണ് അവർ പറയുന്നത്. പുരോഹിതർക്കിടയിലും ചില വിവരദോഷികളുണ്ടെന്നേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞുള്ളൂ. പക്ഷേ വിവരം അല്പം കൂടിപ്പോയെന്ന് ഞാൻ പറയും. പ്രളയമാണ് ഇടത് സർക്കാരിന് ഭരണത്തുടർച്ച നൽകിയതെന്നാണ് ഒരു പുരോഹിതൻ പറയുന്നത്. ഇനിയൊരു പ്രളയമുണ്ടാകും എന്ന് ധരിക്കേണ്ടെന്നും പുരോഹിതൻ പറഞ്ഞു. ആരും പ്രളയം ആഗ്രഹിക്കുന്നില്ല. ഉണ്ടായതിനെ അതിജീവിക്കാൻ ഒറ്റക്കെട്ടായി നിന്ന നാടാണ്. എന്നിട്ടാണ് പുരോഹിതൻ ഇങ്ങനെ പറയുന്നതെന്നുമാണ് പിണറായി വിജയൻ വിമർശിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയും കടുപ്പിക്കണ്ടായിരുന്നു. പൗരോഹിത്യ സമൂഹത്തെ മൊത്തം അടച്ചാക്ഷേപിക്കണ്ടായിരുന്നു. പകരം സഖാവിനെ മാത്രം ചെവിക്കന്നത്ത് മാത്രമല്ല വയറ്റിൽ 2 കുത്തും കൊടുക്കണമായിരുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ ഇത് പിണറായിക്ക് ആവശ്യമാണ്. കാരണം ഓർത്തഡോക്സ് സഭയെ എപ്പോഴും പുറങ്കാല് വെച്ച് തട്ടിത്തെറിപ്പിച്ചിട്ട് കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനിയെയും പാത്രിയാർക്കീസിനെയും കെട്ടിപ്പിടിച്ച് ചോദിച്ചതെല്ലാം വാരിക്കോരി കൊടുത്തതല്ലേ? അപ്പോൾ ഇതൊക്കെ കേൾക്കാൻ അങ്ങ് ബാധ്യസ്ഥനാണ്. സഖാവ് കൂർലോസ് തിരുമേനി പറഞ്ഞത് ഒന്ന് കേൾക്കാം. ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്നും ഇനിയും പാഠം പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് നിലവിലുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. CPM എത്ര നിഷേധിക്കുവാൻ ശ്രമിച്ചാലും അത് ഒരു യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക നയങ്ങളിലെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമവേട്ട, സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം, പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത, മതസാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ, വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ്. BJP-യേക്കാൾ ഉപരി കോൺഗ്രസിനെയും ഫാസിസത്തിനെതിരെ ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി. ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാരിന്റെ നിലവാര തകർച്ച മറ്റൊരു പ്രധാന കാരണമാണ്. ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനവും ദയനീയമാണ്. ധാർഷ്ട്യവും ധൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക. എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമെന്നില്ല. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ തിരുത്തുമെന്ന നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ്. അത് പക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തൽ ആവരുത്. രോഗം ആഴത്തിലുള്ളതാണ്. ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം. ഇടതുപക്ഷം ഇടതു തന്നെ നിൽക്കണം. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും. ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല. ഇതൊക്കെ കേട്ടാൽ പെറ്റ തള്ള പോലും സഹിക്കുമോ? പിന്നെ പിണറായി. ഇതാദ്യമായല്ല ഒരു ക്രൈസ്തവ പുരോഹിതനെതിരെ രൂക്ഷമായ പരാമർശം പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ പോൾ ചിറ്റലപ്പള്ളിക്കെതിരായ നികൃഷ്ടജീവി പരാമർശം നേരത്തെ വലിയ വിവാദമായിരുന്നു. CPM MLA ആയിരുന്ന മത്തായി ചാക്കോ സ്വബോധത്തോടെ അന്ത്യകൂദാശ സ്വീകരിച്ചുവെന്ന പോൾ ചിറ്റലപ്പള്ളിയുടെ പ്രസ്താവനയാണ് 2013 പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ പ്രകോപിപ്പിച്ചത്. കള്ളം പറയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു മഹാൻ UDF-ന് വേണ്ടി പ്രചാരവേല നടത്തുകയാണ്. ഇങ്ങനെയുള്ളവരെ നികൃഷ്ടജീവി എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത് എന്നാണ് ബിഷപ്പ് മാർ പോൾ ചിറ്റലപ്പള്ളിയെ ഉദ്ദേശിച്ചുകൊണ്ട് പിണറായി വിജയൻ മത്തായി ചാക്കോ അനുസ്മരണ പരിപാടിയിൽ തിരുവമ്പാടിയിൽ പ്രസംഗിച്ചത്. ഇതിലെല്ലാം ഒരു രസം, തെക്ക് നിന്ന് സഖാവ് കൂർലോസ് തിരുമേനിയെ പിണറായി അടിച്ചപ്പോൾ വടക്ക് നിന്നടിച്ചത് പുത്തൻകുരിശിൽ നിന്നാണ്, സ്വന്തം പുത്തൻകുരിശിൽ നിന്ന്. അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? കൂർലോസ് തിരുമേനിയുടെ അഭിപ്രായം സഭയുടേതല്ല, സ്വന്തം അഭിപ്രായമാണെന്ന്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന്. അങ്ങനെ അവരും തള്ളിപ്പറഞ്ഞു.
ഇനി മെത്രാൻ എന്ത് ചെയ്യും? ഞങ്ങളുടെ നാട്ടിലൊരു പഴമൊഴി പറയും, മനസ്സിൽ ഗുണമില്ലാത്തവനെ നിന്നോടാര് ഗുണം ചെയ്യും, അയ്യോ ദൈവം നിന്നെ അകത്തുമ്പോൾ ആര് നിന്നെ സഹായിക്കും? കൂർലോസ് മെത്രാച്ച, അങ്ങയ്ക്കിത് എന്ത് പറ്റി? എന്തിനാ ഈ ഏടാകൂടങ്ങളിൽ ചെന്ന് പെടുന്നത്? അങ്ങ് സ്വയം വിശ്രമജീവിതം തിരഞ്ഞെടുത്ത് വിശ്രമിക്കാൻ പോയതല്ലേ? അവിടെ നോമ്പും നോറ്റ് യാമപ്രാർത്ഥനകളും നടത്തി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം ജ്ഞാനായക്കാരെയും വെറുപ്പിച്ചു, കമ്മ്യൂണിസ്റ്റുകാരെയും വെറുപ്പിച്ചു, കോൺഗ്രസ്സുകാരെയും വെറുപ്പിച്ചു, BJPക്കാരെയും വെറുപ്പിച്ചു. ഇങ്ങനെ നാണം കെടണോ? ഇനിയും സമയമുണ്ട്. മൗനമായി ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഉപവാസത്താലും പ്രാർത്ഥനയാലുമേ ഈ ജാതികൾ ഒഴിഞ്ഞു പോവുകയുള്ളൂ.